എത്ര കൊടുക്കണം? നിങ്ങളെ ഓഫറിൽ 2025 ഫസ്റ്റ് വണ്ടിയാണ്, ഫസ്റ്റ് വീഡിയോ ആണ്. അതെ, 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. വെറും 1 ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളി റെഡ് കളർ പോളോ ആണ് വന്നിരിക്കുന്നത്. പോളോ GT ആണ്, ഹൈലൈൻ GT ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടുത്തതാ നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്, വെൽ മെയിൻറ്റെയിൻ ചെയ്ത. ഏതായിരിക്കും വണ്ടി? വെറും 20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു 7 DCT ആണ് വന്നിരിക്കുന്നത്. വാറന്റി ആണെങ്കിൽ കമ്പനി വാറന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കണ്ണടച്ചോളം എടുത്തോളി. 1,25,000 രൂപയ്ക്ക്, വെറും 1,25,000 രൂപയ്ക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു ക്രെറ്റ ഇവിടെ അവൈലബിൾ ആണ്. അത് ഡീസൽ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ യൂസ് കാർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇതിലുണ്ട്. തുടങ്ങിയിട്ട് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൺ ഡേ പ്രോഗ്രാം, വെല്ലുവിളി വണ്ടി എന്ന് പറയാം. ഈ റൈറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ വന്നോളൂ, ധൈര്യമായിട്ട് ഒന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ റൈറ്റിൽ ഒരു വണ്ടി കേരളത്തിലുണ്ടെങ്കിൽ ഒന്ന്. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിതാ വീണ്ടും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കാലിക്കറ്റിലുള്ള പാവങ്ങാടുള്ള സെക്കൻഡ് ചോയ്സിൽ വന്നിരിക്കുകയാണ്. പുതിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ വർഷത്തിൽ ആദ്യത്തെ വീഡിയോ ആണ്, ഇവിടെ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഒരുപാട് പുതിയ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോളിംഗ്. അങ്ങനെ നമ്മളിതാ സെക്കൻഡ് ചോയ്സിൽ ഇതാ മുഹമ്മദ് ഖാൻ നമ്മളെ കൂടെ ഉണ്ട്. 2025 സെക്കൻഡ് ചോയ്സിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. വെൽക്കം ബാക്ക്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ പഴയ ഓഫറുകളൊക്കെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ തുടങ്ങല്ലേ? ഓഫർ. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടറിയാം എങ്ങനെ കാര്യങ്ങൾ. 11 മോഡൽ i10 i10 1.2 കാപ്പിൽ വരുന്ന മാഗ്ന വേരിയന്റ് വരുന്നത്. എത്ര കൊടുക്കണം? നിങ്ങളെ ഓഫറിൽ 2025 ഫസ്റ്റ് വണ്ടിയാണ്, ഫസ്റ്റ് വീഡിയോ ആണ്. അതെ, 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. വെറും 1 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു. അതെ, സത്യം. 11 ഓൾട്ടോ കിട്ടില്ലല്ലോ. ഇല്ല. അടുത്തതിലേക്ക് പോവാം. 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഓൾട്ടോ LXi, ഓൾട്ടോ 800 എന്ന് പറഞ്ഞ LXi വേരിയന്റ്. ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് 1,99,000 കൊടുക്കാം. 1,90,000 ഫസ്റ്റത്തെ വണ്ടി വെറും 1 ലക്ഷം രൂപയ്ക്കാണ്. ഈ വീഡിയോയിലത്തെ ഫസ്റ്റത്തെ വണ്ടി വെറും 1 ലക്ഷം രൂപയ്ക്ക് എവിടെ കിട്ടും അല്ലേ? 1,99,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതന്നെ. അടുത്ത ഒരു വലിയ വണ്ടി ഏതാണ്? ചെറിയ വിലക്ക് 2007 മോഡല് XS4 ZXi. ZX4 ആണ് വന്നിരിക്കുന്നത്. ZXi വേരിയന്റ്, ഫുൾ ഓപ്ഷൻസ് വരുന്ന വണ്ടി. എയർ ബാഗ് വരുന്ന EBD അലോയ്, സ്റ്റിയറിംഗ് ടിൽറ്റ് ആണ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, ഡിഫോഗർ, ഫ്രണ്ട് ഫോഗ് ലാമ്പ് എന്ന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഓപ്ഷൻസ് ഉള്ള വണ്ടി 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 1,25,000 രൂപയ്ക്ക് ഇത്രയും വലിയൊരു വണ്ടി SX4 എവിടെ കിട്ടും? അതാണ്. അടുത്ത നോക്കാം, നെക്സ്റ്റ് ഓഫറിലേക്ക് പോവാം. അടുത്ത നമ്മള് ഗ്രാൻഡ് ഐറ്റണിലേക്കാണ് വന്നിരിക്കുന്നത്. അതും 2 ഗ്രാൻഡ് ഐറ്റൺ ആണ്. രണ്ടും സ്പെഷ്യൽ റൈറ്റിൽ വരാം. 2016 സ്പോർട്സ് 1.0 വരുന്ന സ്പോർട്സ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 3,25,000 രൂപയ്ക്ക്. 1.2 ലിറ്റർ ആണ് എഞ്ചിൻ വരുന്നത്. സെയിം റൈറ്റിൽ തന്നെ ഇതും തരാം. 2017 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന മാഗ്ന സിംഗിൾ ഓണർഷിപ്പ് 3,30,000 രൂപ. 100% ലോണും കിട്ടും. അടിപൊളി, നല്ല ഓഫർ തന്നെയാണ്. അടുത്തത് ഒരു i20 കിടക്കുന്നുണ്ട്. 2013 മോഡല് i20 പെട്രോൾ മാഗ്ന എന്നുള്ള വേരിയന്റിൽ 78,000 കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി 2.5 ലക്ഷം രൂപയ്ക്ക് വരാം. 2 ലക്ഷം. അതിന്റെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പില് ചാൻസ് ആണോ? ശരിയാണ്. അടുത്ത ചാൻസ് നമുക്ക് ഫിനാൻസ് എത്ര കയറും? ഇത് നമുക്ക് 2.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 25 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാൻ പറ്റും. 3,25,000 രൂപയ്ക്ക് 2015 മോഡല് ബ്രിയോ ഫുള്ളോഡ് വണ്ടി, VXMT എന്നുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലോയില് എയർ ബാഗ്, ABS എല്ലാ സംഭവം വരുന്ന ഫുള്ളോഡ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. നമുക്കിത് ഒരു 3 ലാക്ക് വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഇതും 3,25,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി, ഹോണ്ടന്റെ ബ്രിയോ. അടുത്ത് ഇത് ബുക്കിംഗിലായതാണ്. അടുത്ത നമ്മളൊരു 1.6 ലിറ്ററിന്റെ ബെർണയിലേക്കാണ് വന്നിരിക്കുന്നത്. അതും നല്ല ബ്ലാക്ക് വെർണ CRD എഞ്ചിൻ. 13 മോഡല് ഡീസൽ. എന്തായിരിക്കും വില? 3 ലക്ഷം രൂപയ്ക്ക് ഡീസൽ മൈലേജിൽ ഒരു വാഹനം നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വെൽ കണ്ടീഷൻ വണ്ടി. 3 ലക്ഷം രൂപയ്ക്ക്. അതിൽ നമുക്ക് ഏകദേശം എത്ര ലോൺ കയറും? ലോൺ എനിക്ക് തോന്നുന്നു 2.5 ലോൺ ചെയ്ത് കൊടുക്കാം. മതി. കാരണം വെറും 3 ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ നല്ലൊരു CRDI 1.6 ലിറ്റർ എഞ്ചിൻ വരുന്ന നല്ലൊരു ഡീസൽ വണ്ടിയാണ്. നമ്മൾ വാലന്റൈൻസ് ഡേന്റെ ആ ഡേറ്റ് വരെയുള്ള ഒരു സ്പെഷ്യൽ റേറ്റ് ആണ്. വണ്ടി സ്റ്റോക്കും കാര്യങ്ങളും ഇനിയും വരാനുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ല വണ്ടി കേട്ടോ. ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. അടുത്ത് നെക്സ്റ്റ് 2014 മോഡൽ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? AT SX-ൽ AT. നേരത്തെ മാനുവലായിരുന്നു. ബ്ലാക്ക് ഡീസൽ ആണ്. ഓട്ടോമാറ്റിക് വരുന്നത് പെട്രോൾ ആണ് വരുന്നത്. 1.6 ആണ് ഇതിന്റെ എഞ്ചിൻ വരിക. വെൽ കണ്ടീഷൻ, റീപ്ലേസ്മെന്റ് ഇല്ല. ഫിനാൻസ് എത്ര വരും? ഇതിന് നമുക്ക് 4 കൊടുക്കാൻ പറ്റും. 4 വരെ ഫിനാൻസ് 4 വരെ കൊടുക്കാൻ പറ്റും. അടിപൊളി.
അടുത്ത ഒരു സ്വിഫ്റ്റ് ഡിസൈറിലേക്ക് വന്നില്ലേ? ഡിസയർ VDI 2014 മോഡൽ. നല്ലൊരു ഡീസൽ വണ്ടി നോക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. മൈലേജ് ഉണ്ടാവും. 14 മോഡല്. 4 ലക്ഷം രൂപയ്ക്ക് എടുക്കാം. 81,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 ടയർ ഓക്കെയാണ്, പുതിയ ടയറാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു ഡോറിന് മാത്രമേ ചെറിയൊരു ഡെന്റ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലാണ്. അത് കമ്പനി ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണ്. മേജർ ഫ്രണ്ട്. ലാസ്റ്റ് എത്ര പറഞ്ഞേ? 4 ലക്ഷം രൂപയ്ക്ക്. 4 ലക്ഷം രൂപയ്ക്ക്. ഇതെല്ലാം നമുക്ക് ഫിനാൻസ് ഏകദേശം ഇതിന് നമുക്കൊരു 3.5 വരെ ലോൺ ചെയ്യാൻ പറ്റും. 3.5 വരെ ലോൺ കിട്ടും. ഏകദേശം ഒരു 50,000 രൂപ നമുക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു ഡീസൽ വണ്ടിയാണ്. സ്വിഫ്റ്റിന്റെ ഡിസയർ ആണ് വന്നിരിക്കുന്നത്. അടുത്തത് ഒരു അടിപൊളി റെഡ് കളർ പോളോ ആണ് വന്നിരിക്കുന്നത്. പോളോ GT ആണ്. ഹൈലൈൻ GT ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വെറും 6,20,000 രൂപ. വെറും 6,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും? ഇത്രയും നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത, നല്ല എക്സ്റ്റീരിയർ ഇന്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ല അടിപൊളി അടാറ് വണ്ടി. ഇതിൽ നമുക്ക് ലോൺ ഏകദേശം എത്ര കയറും? നമുക്കൊരു 6 lakh വരെ ലോൺ ഫുൾ എമൗണ്ടിൽ തന്നെ പറയാൻ പറ്റും. നല്ല പ്രൊഫൈലൊക്കെ കാണുന്നുണ്ട്. ആണല്ലേ? ഓക്കെ, മതി. ഇതാ അത്ര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു GT തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ പോളോ വേണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളാം. അടുത്തത് നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്, വെൽ മെയിൻറ്റെയിൻ ചെയ്ത. ഏതായിരിക്കും വണ്ടി? ഏതാണ്? ടൊയോട്ടോന്റെ ഗ്ലാൻസ്. ടൊയോട്ടോന്റെ ഗ്ലാൻസ് ആണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 51,000 കിലോമീറ്റർ ഓടിയ CVT എഞ്ചിന്. 2019 മോഡൽ. 19 മോഡല്. ഫുൾ ലോഡ് വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കറക്റ്റ് ഹിസ്റ്ററി ഉള്ള 51,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണ് വന്നിരിക്കുന്നത്. വെൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു വണ്ടി. എത്ര കൊടുക്കാം? 7,20,000 രൂപയ്ക്ക് കൊടുക്കാം. 7,20,000 ഡിസ്കൗണ്ട് റേറ്റിലാണ്. റൈറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ്സിൽ വന്നോളൂ. ഓട്ടോമാറ്റിക് CVT ഈ റൈറ്റിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമുക്ക് ഫിനാൻസ് എത്ര വരും? 6.5 വരെ ലോണും കയറും. ഓക്കെ, നല്ലൊരു കാര്യം. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു ഓട്ടോമാറ്റിക് ആണ് വന്നിരിക്കുന്നത്. ടൊയോട്ടോന്റെ ഗ്ലാൻസ. അടുത്ത വണ്ടി നോക്കാം. അടുത്ത് 2023 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ആകെ 20,000 കിലോമീറ്റർ ഓടിയ നിയോസ് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടി. 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ ആകെ 20,000 ലോ കിലോമീറ്റർ ആണ്. പുതിയൊരു വണ്ടി നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇതിപ്പോ വാറണ്ടിയിലായിരിക്കില്ലേ? വാറണ്ടിയിലായിരിക്കും. അണ്ടർ വാറണ്ടിയിലുള്ള നല്ലൊരു വണ്ടിയാണ്. 6 ലക്ഷം രൂപയ്ക്ക് എടുക്കാം. വെറും 6 ലക്ഷം രൂപയ്ക്ക് ഫുള്ള് മാക്സിമം ലോൺ, ഫുൾ എമൗണ്ടിന് ലോൺ ചെയ്ത് പൊട്ടിച്ച് കൊടുക്കുകയാണ്. വെറും 6 ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ ഒരു നിയോസ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഫുൾ എമൗണ്ട് ലോണും കിട്ടുന്ന നല്ലൊരു വണ്ടി. വാറണ്ടി ആണെങ്കിൽ കമ്പനി വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കണ്ണടച്ചോളം എടുത്തോളി. അതുകൊണ്ട് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ പുത്തൻ വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ കണ്ടില്ല, വെൽ മെയിൻറ്റെയിൻ ചെയ്ത പുത്തൻ വണ്ടി. ഓക്കെ, അടുത്തൊരു ടിയാഗോ വന്നിട്ടുണ്ട്. ഏതാ മോഡല്? 2021 മോഡല് എക്സെറ്റ് വേരിയന്റ് വരുന്ന ഫുൾ ലോഡ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ആകെ 42,000 കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി. 2021 മോഡല്. മാനുവൽ അല്ല, മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത്. ഓക്കെ, എക്സെറ്റ് ആണ് വേരിയന്റ് വരുന്നത്. 1.2 ലിറ്റർ എഞ്ചിനാണ്. എത്ര കൊടുക്കാം? 5,10,000 കൊടുക്കാം. 5,10. 4.5 വരെ ലോണും ചെയ്തു. 4.5 ലോൺ. 60 രൂപ ഉണ്ടെങ്കിൽ 21 മോഡൽ ഫുൾ ലോഡ് വണ്ടി, കുറഞ്ഞ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സ്വന്തമാക്കും. വെറും 60,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ടാറ്റയുടെ ടിയാഗോ 1.2 ലിറ്റർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ. എക്സെറ്റ് ആണ് വേരിയന്റ് വന്നിരിക്കുന്നത്. അടുത്ത വണ്ടി നോക്കാം. അടുത്ത 2011 മോഡല് ബീറ്റ് LTZ ഫുൾ ലോഡ് വണ്ടി. ഇനി ഇതിലൊന്നുമില്ല ഓപ്ഷൻസ് വരാൻ. ഒരു കീലെസ് എൻട്രി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഇതിലുണ്ട്. എയർ ബാഗ് ഉണ്ട്, അലോയ്സ് ഉണ്ട്, സ്റ്റിയറിംഗ് ടിൽറ്റ് ആണ്, ഫ്രണ്ട് ഫോഗ് ലാമ്പ്, ഡീഫോഗർ വരുന്നുണ്ട്. പിന്നെ വേറെ എന്താണ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ്. 50,000 കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി. 4 ടയർ പുതിയതാണ്, ഇൻഷുറൻസ് പുതിയതാണ്. എത്ര കൊടുക്കാം? 1,25,000 രൂപയ്ക്ക്. വെറും 1,25,000 രൂപയ്ക്ക്. ഒന്ന് കണ്ണൂരും കാസർഗോഡൊക്കെ ഒന്ന് ഇതിന്റെ റേറ്റ് ഒന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ 2 lakh റേഞ്ചിൽ വണ്ടി ചോദിക്കുന്നുണ്ട്. ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്യുക. വെറും 1,25,000 രൂപയ്ക്കാണ് ഈ ഒരു വണ്ടി ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ വന്ന് എടുത്ത് കൊണ്ടുപോയിക്കോളി. അതുപോലെ തന്നെ മറ്റൊരു 17 മോഡൽ കിഡ് RXT സിംഗിൾ ഓണർഷിപ്പ്, തേർഡ് ഓണർഷിപ്പ്. 38,000 കിലോമീറ്റർ ഓടി. 38,000. 2,55,000 രൂപയ്ക്ക് കൊടുക്കാം. 2.25 ലോണും ചെയ്തു. 2.25 ലോണും കിട്ടുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. മാനുവൽ ട്രാൻസ്മിഷനിൽ 38,000 ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി. 1.2 ലിറ്റർ എഞ്ചിനാണ്. നല്ല മെയിൻറ്റെയിൻ ചെയ്ത് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു വണ്ടി. അടുത്ത് അടിപൊളി ഇയോണ് വരാം. ഇയോണ് നമ്മൾ കാണിച്ചിട്ടില്ല. നല്ലൊരു പ്രൊഫൈലൊക്കെ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ എമൗണ്ട് ലോൺ കിട്ടും. പ്രൊഫൈൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു 1.5 വരെ എന്തായാലും കിട്ടും. അപ്പോൾ ഒരു 25 രൂപ ഉണ്ടെങ്കിൽ ഈ റെഡ് ഇയോണ് ഇറക്കി കൊടുക്കാം. ആകെ 40,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇറ പ്ലസ്. 14 വണ്ടി 1.25. 1,70,000 രൂപ.
ഓക്കെ, നല്ല ഡീല്. അടുത്ത നല്ല ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് സെയിൽ തന്നെ 2014 മോഡൽ 60 കോടി സെക്കൻഡ് ഓൺഷിപ്പ് ഇയോൺ. ഇത് നമ്മൾ സെയിം റൈറ്റിൽ 1,75,000 രൂപയ്ക്ക് ഇതും തരാം. ഇതിനും നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫയൽ ആണെങ്കിൽ 1.5 കിട്ടും. കിലോമീറ്റർ മാത്രം ചെറിയ 60 ഓടിയിട്ടുള്ളൂ. 60 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇയോന്റെയും രണ്ട് കളക്ഷൻസ് ഉണ്ട്. വേറെ ഇയോൺ വരുന്നില്ലല്ലോ? ഇയോ 2 ഇയോൺ അല്ലേ? ലോ ബഡ്ജറ്റ് ഇപ്പൊ നമുക്ക് 4 വണ്ടികളുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ഫസ്റ്റ് 1,00,000 ഐറ്റൻ ഉണ്ട് അവിടെ. സ്റ്റാർട്ടിംഗ് എല്ലാം ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞ പൊട്ടിച്ച വിലയാണ്. നിങ്ങൾ വേഗം വന്നോളി. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാളും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ വേഗം വന്നോളി. അടുത്ത് നല്ലൊരു ക്രെറ്റ സിംഗിൾ ഓൺഷിപ്പ് 2021 മോഡല് ഡീസൽ ആകെ 50,000 കിലോമീറ്ററുടെ വണ്ടി 11 ലക്ഷം രൂപയ്ക്ക് തരാം. അതും ഫുൾ എമൗണ്ട് ലോണും ചെയ്തുതരാം. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു ക്രെറ്റ ഇവിടെ അവൈലബിൾ ആണ്. അത് ഡീസൽ ആണ് വന്നിരിക്കുന്നത്. വേരിയന്റ് ഏതാ? എന്നുള്ള വേരിയന്റ്. ഈ വേരിയന്റ് ഇത് ഒരു അടിപൊളി ഓഫർ ആണിത്. ഓഫർ റൈറ്റ് ആണ്. 11 രൂപയ്ക്ക് എന്തായാലും ചാൻസ് റൈറ്റ് ആണ്. ചില ഈ കിലോമീറ്ററിൽ ഈ ഓണർഷിപ്പിൽ വണ്ടി റൈറ്റിൽ എവിടെയും കിട്ടില്ല. നല്ല വെല്ലുവിളി തന്നെയാണ് സാറിന്. അടുത്ത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു വെന്യൂ 2019 മോഡല് ടർബോ എഞ്ചിൻ വരുന്ന DCT. 2019 മോഡല് DCT ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ ഒന്ന് നോക്കുക. നമ്മളിപ്പം കൊടുക്കാൻ വെച്ച വണ്ടി 8,20,000 രൂപയ്ക്ക് വരും. ടോപ്പ് എൻഡ് ആയിരിക്കുമല്ലോ അല്ലേ? ടോപ്പ് എൻഡ് ആണ്. ഫുൾ ഓപ്ഷൻ സൺറൂഫ് വരുന്നത്. സൺറൂഫ് എല്ലാ മോഡലും വരും. കാരണം 7 DCT ആണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ ക്ലച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത്. എത്രയാ റേറ്റ് ഇട്ടിരിക്കുന്നത്? 8,20,000 രൂപ. 8 ലക്ഷം ലോൺ ചെയ്തു തരാം. ഒരു 20 രൂപ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു XUV വണ്ടി സ്വന്തമാക്കാം. വെറും 20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു 7 DCT ആണ് വന്നിരിക്കുന്നത്. അതിന്റെ വെന്യൂ അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു മാനുവൽ വെന്യൂന് 2021 മോഡല് സിംഗിൾ ഓൺഷിപ്പ് ആകെ 51,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ചാൻസ് റൈറ്റ് സ്പെഷ്യൽ റേറ്റ് തന്നെ പറയാം. 6,75,000 6,75,000 ഇത് ഫുൾ ലോണിൽ ചെയ്തുതരാം. വീണ്ടും 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു വെന്യൂ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വന്നിരിക്കുന്നത്. 2021 മോഡല് വെന്യൂ ആണ്. സിംഗിൾ ഓൺഷിപ്പ് 51,000. ഇതേതാ വേരിയന്റ് വരുന്നത്? ഇത് മറ്റേതാ മാനുവൽ ട്രാൻസ്മിഷൻ S എന്നുള്ള വേരിയന്റ്. ഓക്കെ, അടുത്ത് നോക്കാം. നെക്സ്റ്റ് 2021 രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓൺഷിപ്പ് 35,000 കിലോമീറ്റർ ഓടിയ നേരത്തെ പറഞ്ഞ സെയിം വേരിയന്റ് മാനുവലില് S എന്നുള്ള വേരിയന്റ്. ഓക്കെ, ഇത് നമ്മൾ 6,95,000 കൊടുക്കാം. 6,95,000 സിംഗിൾ ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെൽ കണ്ടീഷൻ വണ്ടി. ഇത് നമുക്ക് ഡൗൺ പേയ്മെന്റ് ലോണും ഇതിന് നമുക്കൊരു 6,500 വരെ ലോൺ ചെയ്തു. ലോണും കയറും. ഒരു 50-55 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. അപ്പൊ വെന്യൂവിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം വരുന്നുണ്ട്. അടുത്തത് ഒരു വെല്ലുവിളി വീഡിയോ തന്നെ പറയാം. വെല്ലുവിളി വണ്ടി എന്നും പറയാം. ഈ റൈറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ വന്നോളൂ. ധൈര്യമായിട്ട് ഒന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ റൈറ്റിൽ ഒരു വണ്ടി കേരളത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന്. മോഡല് 2018 രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പ് 66,000 കിലോമീറ്റർ ഫുള്ളോട് വണ്ടി ക്യാപ്ചർ ഡീസൽ ആണ്. ഇതിന്റെ ഓൺ റോഡ് റൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. ഇത് എടുക്കുന്ന ഒരാൾക്ക് അത്രയും ചാൻസ് റൈറ്റിലാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇട്ടത്. ഇതിന്റെ വില നമുക്ക് പറയണോ? 6 ലക്ഷം രൂപയ്ക്ക്. 6 ലക്ഷം രൂപയ്ക്ക് എവിടെ കിട്ടും? അതും ഫുൾ എമൗണ്ട് ലോണും കിട്ടും. 2017 മോഡലാണ്. 18 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് കാലിക്കറ്റ് രജിസ്ട്രേഷൻ വരുന്ന ഫുള്ളോട് വണ്ടി RXT എന്നുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി എവിടെ കിട്ടും? അടുത്ത് നല്ലൊരു ടാറ്റ നെക്സോണിലേക്ക് ഇപ്പൊ വന്നിട്ടുള്ളൂ. വണ്ടി വാഷ് ചെയ്തില്ല, പോളിഷ് ചെയ്തില്ല. റൈറ്റ് ചാൻസ് തരാം. 2020 മോഡല് XZ പ്ലസ് ഡീസൽ സിംഗിൾ ഓൺഷിപ്പ് 71,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 7,75,000 നമ്മളെ ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്ക് 7 ലക്ഷം രൂപയ്ക്ക് ഫെബ്രുവരി 14 വരുന്ന ആൾക്ക് തരാം. ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ വരുന്നതെങ്കിൽ വെറും 7.5 ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ ഒരു ടാറ്റ നെക്സോൺ XZ പ്ലസ് ഡീസൽ ആണ് വന്നിരിക്കുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടി. സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റിയും ഉണ്ട്. ഒന്നും പറയണ്ട. അത്രയും നീറ്റ് ആയിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത നല്ല വണ്ടിയാണ്. 7 ലക്ഷം രൂപയ്ക്ക് അതിൽ ബാർഗനിങ് ഇല്ല, ചോദിക്കരുത്. നെറ്റ് റൈറ്റ് ആണ്. 14 വരെ ഫെബ്രുവരി 14 വരുന്ന ആൾക്ക് ഈ റൈറ്റ്. ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ടാണ് വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ റൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അടുത്ത നമ്മളൊരു ബലേനോ നേരത്തെ നമ്മള് ഗ്ലാൻസ് കാണിച്ചു. ബലേനോ 17 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആകെ 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അന്നത്തെ ലിമിറ്റഡ് എഡിഷൻ വണ്ടി. RS എന്നുള്ള ലിമിറ്റഡ് എഡിഷൻ വണ്ടി. ഇത് നമ്മൾ ഇവിടെ ചോദിക്കുന്ന വില 5,75,000. 5.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഈ ഒരു ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഫെബ്രുവരി 14 ഉള്ളിൽ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും. ഈ റേറ്റിനൊന്നും എവിടെയും തോന്നില്ല കിട്ടുന്നുള്ളത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. നേരെ വന്നോളി. അതുപോലെ തന്നെ ഇതിന്റെ ഫിനാൻസിന്റെ കാര്യം എങ്ങനെ?
ഇതിന് നമുക്ക് 5 ലക്ഷം ലോൺ കൊടുക്കാം. ഒരു 50,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കി നമുക്ക് ബലേനോ ഇറക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഒട്ടുമിക്ക ഒരുപാട് കളക്ഷൻസ് ആയിട്ടുണ്ട്. ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു യൂസ്ഡ് കാർ സംരംഭം തുടങ്ങണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒട്ടുമിക്ക എല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെ സംബന്ധിച്ച് ഒരു വർക്ക്ഷോപ്പ് നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട്. എങ്ങനെയാ കാര്യങ്ങള്? ഒരു വൺ ഡേ പ്രോഗ്രാം. നിങ്ങൾ യൂസ്ഡ് കാർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇതിലുണ്ട്. തുടങ്ങിയിട്ട് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൺ ഡേ പ്രോഗ്രാം. നിങ്ങൾക്ക് ഇതിൽ എല്ലാ സെക്ഷനും ഞങ്ങൾ അതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വണ്ടി എങ്ങനെ വാങ്ങാം, മാർക്കറ്റിൽ നമുക്ക് ഏത് വിലക്ക് വാങ്ങിയാലും അത് വിൽക്കാൻ പറ്റും, അതിന്റെ ചെക്കിങ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ സ്റ്റഡി ചെയ്ത് കൊടുക്കും. സെക്കൻഡ് വരുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നമുക്ക് വീഡിയോസ് എങ്ങനെ ഉണ്ടാക്കാം, പോസ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം, അത് മെത്തേഡ്സിൽ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് അങ്ങനെ ആഡ് അത് ഓടിക്കാം. പിന്നെ നമുക്ക് ഈ CRM എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഞങ്ങൾ അതിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരും. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുക്കാം. സ്റ്റാഫിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എൻക്വയറി ട്രാക്ക് ചെയ്യുന്നതും, പിന്നെ അതിന് നമ്മൾ ഹോട്ട് ലീഡ്സ് അതിൽ സെലക്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള CRM. ഇപ്പൊ ഒരു ഓപ്പണർക്ക് ഇത് എന്തായാലും അത്യാവശ്യമാണ് സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഈ കാര്യങ്ങൾ ഞങ്ങൾ അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യും. അതിന്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരും. അതായത് ഒരു A to Z കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിൽ നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സ്ഥാപനം റൺ ചെയ്യാൻ, അതല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ, അപ്പൊ അതിന് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ഒരു 3 month 6 monthലേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു കൺസൾട്ടിംഗ് ടീമിനെ ഞങ്ങൾ ഏർപ്പാട് തരും. അപ്പൊ ഇത് എന്നാണ് ശരിക്കും ഡേറ്റ് വരുന്നത്? ഫെബ്രുവരി 16-ന്. ലൊക്കേഷന് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് അനൗൺസ് ചെയ്യാം. ഫെബ്രുവരി 16 സൺഡേ ആണെന്ന് തോന്നുന്നു. സൺഡേ ആണ്. മോർണിംഗ് മുതൽ ഒരു 4 മണി വരെയുള്ള പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഒരു ഹോള് നമ്മൾ മാൻപവർ നമ്മൾ ഇതിൽ കുറഞ്ഞ മാൻപവർ ആണ് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. 30 പേരേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനൊരു ചെറിയ ചാർജ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങളെ സീറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് എത്രയും പെട്ടെന്ന് GPay ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നമ്പർ കാര്യങ്ങളൊക്കെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 30 ആൾക്കാർക്കുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആ ഹോളും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിൽ വരുന്നുണ്ട്. അപ്പൊ നേരെ രജിസ്റ്റർ ചെയ്തോളുക. അപ്പൊ നമുക്ക് ഫെബ്രുവരി 16 ഈ ഒരു ഇവന്റിൽ നമ്മൾ എല്ലാവരും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അപ്പൊ നേരെ രജിസ്റ്റർ ചെയ്തിട്ട് കൂടിക്കൊള്ളുക. എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു യൂസ്ഡ് കാർ സംരംഭം തുടങ്ങണം, എന്തൊക്കെ സംശയങ്ങൾ ഉണ്ട്, A to Z കാര്യങ്ങളാണ് അന്നത്തെ ഒരു വർക്ക്ഷോപ്പിൽ ഉണ്ടാവുക. ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? നെക്സ്റ്റ് വീഡിയോയിലല്ല, നമ്മൾ ഫെബ്രുവരി 16-ന് കാണുന്നവരേക്കും ബൈ. സൈനിങ് ഓഫ്.